ഹായ് കൂട്ടുകാരെ, രാവിലെ പൂമ്പാറ്റയും കുഞ്ഞാറ്റെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് അവരുടെ പതിവ് പാപ്പമായിട്ടുള്ള ബിസ്ക്കറ്റ് പാപ്പം എടുത്ത് കയ്യിൽ കൊടുത്ത ശേഷം അതൊക്കെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ചേട്ടൻ അടുക്കളയിൽ ഇഡലിക്ക് വേണ്ടിയുള്ള ചമ്മന്തിക്കറിയും എല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചക്കക്കുരു കൊണ്ടുള്ള വിഴുക്ക് വരട്ടിയും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മീൻ മുട്ട കഴിച്ചിട്ടുണ്ടാകുന്നു. അങ്ങനെ മീനിൻ്റെ മുട്ടയൊക്കെ സെപ്പറേറ്റ് മാറ്റി വെച്ചു കേട്ടോ. ഫ്രൈ ചെയ്ത് അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് മീൻ മുട്ട. ചിലർക്ക് മീൻ മുട്ട ഇഷ്ടമല്ല. അങ്ങനെ മീൻ വറുത്തതും മീനിൻ്റെ മുട്ട ഫ്രൈ ചെയ്തെടുത്തതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അടിപൊളി ഒരു സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മക്കൾ തന്നെ സാമ്പാർ കൂട്ടിയും പപ്പടവും എല്ലാം നമ്മൾ ഇപ്പം ചേർത്ത് തന്നെ ചോറൊക്കെ കൊടുക്കാറുണ്ട്. അവർക്ക് ഇഷ്ടമാണ്. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ഈ സാമ്പാറിനകത്ത് തന്നെ പരിപ്പൊക്കെ ഇടുന്ന വായുവൊക്കെ ഇളവും. അധികമായിട്ട് അങ്ങനെ കൊടുക്കാറില്ല. അങ്ങനെ എന്നാൽ കൂടി ഇടയ്ക്കൊക്കെ ഇങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. എല്ലാ കറിയും നമ്മൾ രുചിച്ച് അവർ പഠിക്കുന്നുണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കറികളെല്ലാം തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടന് പോകാൻ വേണ്ടി ചോറൊക്കെ കെട്ടി വയ്ക്കാൻ വേണ്ടി ഇലയെല്ലാം വാട്ടിയെടുത്തു. ചേട്ടന് ചായയൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി. പിന്നെ കുറുക്ക് കാച്ചണ്ട, കാരണം ഇഡലിയും സാമ്പാറും പിന്നെ അതുപോലെ കുറച്ച് ചമ്മന്തിക്കറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പം സാമ്പാറിന് തന്നെ അധികം എരിവില്ലല്ലോ. ഇവിടെ എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത്, കുഞ്ഞുങ്ങളും കൂടെ കഴിക്കുന്നത് കൊണ്ട്. അങ്ങനെ അതെല്ലാം ചേർത്ത് തന്നെയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അവർക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇഡലി ആയിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, എല്ലാം തന്നെ ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കൂടി നമ്മൾ കുറുക്ക് കൊടുക്കുന്നതൊന്നും ഇപ്പോഴേ സ്കിപ്പൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാ പോഷകാഹാരങ്ങളും കുഞ്ഞുങ്ങൾക്ക് എത്തിക്കേണ്ട സമയത്ത് എത്തിക്കണം. അതുകൊണ്ട് തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് അതും ഇതും എല്ലാം മാറ്റി ഫുഡ് കൊടുക്കും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ കാപ്പി, ദോശയും ഇഡലിയൊക്കെ തന്നെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു മടിയാണ് അതൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പം നമ്മളിപ്പം കുറുക്ക് കൊടുത്ത് അവർക്ക് അതിൻ്റെ ഒരു വായിക്ക് എന്നും അതിൻ്റെ ഒരു ഇഷ്ടമില്ലായ്മ വരും. നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അതൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മാറ്റി സ്കിപ്പ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് മാറ്റി ഫുഡ് കൊടുക്കുക. അത് ഡെയിലി ഓരോന്ന് സാധനങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്നല്ല. ഇപ്പം 2-3 ദിവസം കൂടുമ്പോഴത്തേക്കും മാറ്റി ഇങ്ങനെ കൊടുത്ത് പോവുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നിങ്ങളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചായയെല്ലാം ഇട്ട് റെഡിയാക്കി മാറ്റി വെച്ചു. പിന്നെ ചോറ് കൊണ്ടുപോകാൻ വേണ്ടി കിട്ടാൻ വേണ്ടി ചക്കക്കുരുവിൻ്റെ വിഴുക്ക് പുരട്ടിയും സാമ്പാറുണ്ടായിരുന്നു, മീൻ വറുത്തയുണ്ടായിരുന്നു, മീൻ മുട്ടയുണ്ടായിരുന്നു. എന്നാൽ സാമ്പാറൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കൊണ്ടുപോകാറൊന്നുമില്ല. അങ്ങനെ അതൊക്കെ പൊതിയൊക്കെ കെട്ടി തയ്യാറാക്കി വെച്ചു. അപ്പോഴേക്കും 2 പേരും ബിസ്ക്കറ്റൊക്കെ കടിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്നെ ചുറ്റിപ്പറ്റി അടുക്കളയിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങി. പിന്നെ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ പരിപാടി പാത്രമൊക്കെ എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമറിക്കലും എടുക്കുകയൊക്കെയാണ്. പിന്നെ ഇപ്പം വളർന്നു വരുന്നതിനനുസരിച്ച് 2 പേരുടെയും വാശി കൂടി വരികയാണ്. അതിപ്പോൾ എന്ത് സാധനം അവരിപ്പോൾ കളിക്കാൻ എടുത്താലും ഒരാളെടുക്കുന്നത് മാത്രം മതിയാകും. എത്ര നമ്മളിപ്പോൾ കളിപ്പാട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടി ഒരാളെടുക്കുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ് കേട്ടോ. പിന്നെ സ്നേഹമാണെങ്കിൽ അങ്ങ് എക്സ്ട്രീം ലെവലാണ്. 2 പേരും ഉമ്മോടൊപ്പം പരസ്പരം കെട്ടിപ്പിടിക്കലും കാര്യങ്ങളും ഒക്കെയാണ്. ആരും ഇല്ല എങ്കിൽ അവർ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്നറിയുകയാണെങ്കിൽ 2 പേരും ഓടിക്കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ഒരാളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരാളെ എടുക്കുമെന്ന ഭയത്താൽ പരസ്പരം ഓടി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവർക്കൊരു രസമാണ് ഇങ്ങനെ അടിച്ചിട്ട് ഓടുകയും. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. പിന്നെ നമ്മൾ നോക്കിയിരിക്കുക. ഇപ്പം പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ പറവ സൈഡിലോട്ട് വീഴുന്നതൊക്കെ തലയുടെ ഭാഗമൊക്കെ പെട്ടെന്നൊന്ന് ഇടിക്കാനൊക്കെ നമ്മളത് എത്ര നോക്കിയിരുന്നാലും അവരങ്ങനെയാണ്. കാരണം അവർ തലയൊക്കെ ഉറച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ നടക്കാൻ വേണ്ടിയുള്ള ടെൻഡൻസി അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ ഇടിച്ചൊക്കെ വീഴും കേട്ടോ. അത് നോക്കിയിരുന്നാൽ കൂടി അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ പൊതി കിട്ടുന്നതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ. അതും ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കറിയൊന്നും ഒരുപാട് മീൻകറിയായിട്ട് അങ്ങനെ വെച്ചില്ല, ഫ്രൈ ആയിട്ട് എടുത്തത്. കാരണം മീൻകറി ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂടെ ചേർത്തിട്ടാണ് പൊതി കെട്ടി വെച്ചത് കേട്ടോ. അങ്ങനെ പൊതിയൊക്കെ കെട്ടി ഒരു സൈഡിൽ വെച്ചു. പിന്നെ കുഞ്ഞുങ്ങളെ കുറച്ച് നേരം കുഞ്ഞുങ്ങളടുത്ത് പോയിരുന്നു, അവരെ എടുത്തു. അപ്പോഴേക്കും ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ്, അച്ഛൻ്റെ കയ്യിലും കാലും പിടിച്ച് അവിടെ തന്നെ അങ്ങ് നിന്ന് കളയും. ഒരാൾ കയറി അച്ഛൻ്റെ മടി ആദ്യം തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്.
അവളെ ഇറക്കിയിട്ട് എന്നെ എടുക്കുക അച്ഛ എന്ന രീതിയിലാണ് അവിടെ കുഞ്ഞാറ്റപ്പെണ്ണ് ഇരിക്കുന്നത് കേട്ടോ. കുഞ്ഞാറ്റപ്പെണ്ണ് താഴെ ഇരിക്കുകയാണ്, പൂമ്പാറ്റപ്പെണ്ണ് ആദ്യമേ കയറി മടിയിൽ കയറി ഇരിക്കുകയാണ്. അതങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പൂമ്പാറ്റ താഴെ ഇരുന്നിട്ട് കുഞ്ഞാറ്റ കൈ ഇരുന്നാലും രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ കുഞ്ഞാറ്റ എടുത്തപ്പോഴേക്കും കുഞ്ഞാറ്റയ്ക്ക് സന്തോഷം. അങ്ങനെ അച്ഛനെ നോക്കി ഓരോ ചിരിയും ഒക്കെ കാണിച്ച് സിംഗം ചിരിക്കുന്ന മാതിരിയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെ കുളിപ്പിച്ച് റെഡിയാക്കി ഒരുക്കിയൊക്കെ കിടത്തി. പിന്നെ ഉച്ചയൊക്കെ ആയ സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ചോറും മുട്ടയും സാമ്പാർ പപ്പട കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ആണ് ചോറെപ്പോഴും കൊടുക്കുന്നത്. ഇപ്പം ഉള്ള കറി ഏതാണ്, ഇപ്പോൾ ബീട്രൂട്ട് തോരനാണെങ്കിൽ ബീട്രൂട്ടിൻ്റെ തോരൻ ഉണ്ടാവും, അങ്ങനെ കിച്ചടി ഉണ്ടെങ്കിൽ കിച്ചടി, അങ്ങനെ ഓരോന്നിങ്ങനെ മാറ്റി മാറ്റിയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്ന് തന്നെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് പിടിക്കാതെ വരുന്നത് കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. അങ്ങനെ രണ്ടുപേരും നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരമായ സമയത്ത് രണ്ടുപേരെയും കുളിപ്പിച്ച് സുന്ദരിക്കുട്ടികളാക്കി ഉടുപ്പൊക്കെ മാറ്റി കുറച്ച് നേരം എന്നോടൊപ്പം കിടന്നൊക്കെ ഉറങ്ങും കേട്ടോ. അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം കളിക്കാനൊക്കെ കുറച്ച് സമയത്തേക്ക് എല്ലാവരും എടുത്തുകൊണ്ടൊക്കെ പോകും. പിന്നെ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് പോയി കറങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വരും. വന്ന സമയത്ത് പിന്നെ നിർബന്ധവും കരച്ചിലൊക്കെ ആയിരിക്കും വിശന്നിട്ടേ. പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തും. പിന്നെ പിറ്റേന്ന് ഇത് തന്നെയാണ്. രാവിലെ പതുപോലെ ഉറക്കം എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പടിയായിട്ടുള്ള ബിസ്ക്കറ്റ് പാപ്പം തന്നെ കഴിക്കണം. അത് കിടന്നുകൊണ്ട് ഒരാൾ വാങ്ങിക്കുകയാണ് കേട്ടോ. ഇപ്പം കാരണം ഇന്ന് രാവിലെ ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് രണ്ടുപേർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഉറക്കം അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല കുഞ്ഞാറ്റപ്പെണ്ണിന്. അതുകൊണ്ട് തന്നെയാണ് സോഫയിൽ കുറച്ച് നേരം ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് കക്ഷി കേട്ടോ. രണ്ടുപേരും ഉറക്കം എഴുന്നേറ്റ് വന്നാൽ ഉറക്കം മുഴുത്തിൽ ഇങ്ങനെ അധികം നേരം ഇരിക്കും. പിന്നെ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ റെഡിയാക്കി വെച്ചു. മുട്ട തോരനായിരുന്നു, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് കുറച്ച് നേരത്തെ ചേട്ടന് പോകേണ്ട ദിവസം കൂടിയായിരുന്നു. അതുകൊണ്ട് അധികം കറി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ചായയൊക്കെ ഇട്ടു. കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കുറുക്ക് കാര്യങ്ങളെല്ലാം കാച്ചാൻ വേണ്ടി ഒരുങ്ങി. പിന്നെ ചേട്ടന് ഇലയെല്ലാം വാട്ടി വെച്ചു ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചില ദിവസങ്ങൾ ഒരുപാട് നേരത്തെ ഇപ്പം എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്ത് പോകേണ്ട ദിവസങ്ങളാണ് നമ്മൾ അധികം അങ്ങനെ ഡീപ്പായിട്ട് ഒരുപാട് കറി അങ്ങനെ ഉണ്ടാക്കാതിരിക്കുന്നത് കേട്ടോ. എന്നാലും ചമ്മന്തിയും മുട്ട പൊരിച്ചതും നമുക്കിപ്പോൾ പൊതിച്ചോറിനാണെങ്കിൽ അങ്ങനെയൊക്കെ നല്ല ടേസ്റ്റിയാണ് അങ്ങനെ കഴിക്കാനൊക്കെ. അങ്ങനെ ചായയൊക്കെ ഇട്ടു, ചേട്ടന് വേണ്ടുന്ന ചായയൊക്കെ ഇട്ടു, തേയിലവെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ കൂടെ മക്കൾ ഇങ്ങനെ സോഫയിൽ കിടക്കുകയാണ് കേട്ടോ. സോഫയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും ആരെങ്കിലുമൊക്കെ അടുത്ത് കാണും, ഒറ്റയ്ക്ക് ഇങ്ങനെ കിടത്തിയിട്ട് വരില്ല. അവർക്കിപ്പം സോഫയിൽ നമ്മളിപ്പോൾ താഴെ ഇരുത്തിയാൽ കൂടി അവരെ ഹൈറ്റാണ് കേട്ടോ. ഒരു കാല് വെച്ച് കയറാനും ഇറങ്ങാനും ഒക്കെ അറിയാം. പക്ഷേ അങ്ങനെ ഇറങ്ങുന്ന സമയത്തായിക്കൂടെ ഇങ്ങനെ കാല് വഴുതികണം ടൈലായതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം. അതുമാത്രമല്ല ഇരട്ട കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാളെ ഇപ്പം നടക്കാൻ വേണ്ടിയുള്ള ടെൻഡൻസി ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഒരാളിപ്പം നിൽക്കുകയാണെങ്കിൽ ആ ഒരാളെ പിടിച്ചുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തടഞ്ഞൊക്കെ വീഴാനും നല്ല ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ എത്ര അടുത്തിരുന്ന് സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ കൂടി ഇപ്പോൾ പിടിച്ചൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴും. അങ്ങനെ ഇന്നത്തെ ദിവസം ഞാനിങ്ങനെ ഇലയൊക്കെ വാട്ടി ചോറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി തയ്യാർ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര മഴ പെയ്യായിരുന്നു കേട്ടോ. പുറത്ത് ഭയങ്കര മഴയായിരുന്നു. ചേട്ടൻ ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് തന്നെ റെയിൻകോട്ടൊക്കെ ഇട്ട് തന്നെയാണ് പോയിരുന്നത്. ചെറിയ മഴയല്ലായിരുന്നു, ചില സമയം ചെറിയ ചാറ്റലാണ്. ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ഈ രാവിലെയൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഈ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. മൊത്തത്തിൽ തുളുമ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. എന്നാൽ കൂടി നമുക്ക് മഴ പെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണല്ലേ. കാരണം വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ആശ്രയിച്ചിരുന്നതാണ് അല്ലേ. മഴ വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഈ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കൊച്ചുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ ഈ തണുപ്പൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് ജലദോഷവും തുമ്മലും പനിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവാൻ നല്ല ചാൻസാണ്. പിന്നെ ഈ കൊതുക് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നിടത്ത് കൊതുകിൽ നിന്നുമൊക്കെ പനി ഒക്കെ ഉണ്ടാവും നല്ല കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടും എല്ലായിടത്തും കാണും. അതൊക്കെയാണ് മഴ വരുന്ന സമയത്തുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത്. എല്ലാം കൂടി ഒരു മഴ പെയ്യുമ്പോൾ അത് ആസ്വദിക്കാത്ത ഒരു മനുഷ്യനുമില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു മഴക്കാല സമയങ്ങളിൽ ഇപ്പം തണുപ്പൊക്കെ ഉള്ള സമയങ്ങളിൽ എപ്പോഴും നമ്മൾ 2 നേരം കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കുന്നതൊക്കെ അങ്ങോട്ട് തലയൊക്കെ നനച്ച് എപ്പോഴും കുളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ശ്രദ്ധ വേണം.
കാരണം എണ്ണയൊക്കെ അധികമായി തേച്ച് കുളിപ്പിക്കുന്നതും ഒക്കെ ഞാൻ വീഡിയോയിൽ പറയാറുണ്ടല്ലോ. ഇപ്പം പുതിയതായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് റിപ്പിള്ളി ഈ കാര്യം ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക്, ഇപ്പം മക്കളുള്ളവർക്കും ഇനി ജനിക്കാൻ പോകുന്ന, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എന്നെപ്പോലെയുള്ള സ്ത്രീകൾക്കും എല്ലാം ഉപയോഗപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞിന് പനിയൊക്കെ ആയി പോകുമ്പോഴൊക്കെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു തരുന്നതാണ്. അപ്പം അധികമായി എണ്ണ തേച്ച് തലയിൽ നന്നായിട്ട് ഒപ്പിപ്പിടിപ്പിച്ച് എടുക്കാതിരിക്കും. ഒരു തുള്ളി തേച്ചാൽ മതിയാകും. അല്ലാതെ പണ്ടത്തെ കാലത്തെ കണക്ക് തല നിറച്ച് എണ്ണയൊക്കെ പുരട്ടി എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പനിയും കാര്യങ്ങളും എണ്ണ താഴ്ന്നിട്ട് ഒക്കെ വരും കേട്ടോ. പിന്നെ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും ചൂടുവെള്ളത്തിൽ തന്നെ ദേഹം കഴുകിയെടുക്കുകയും ഒക്കെ ചെയ്യുക. അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ തയ്യാറാക്കി വെക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും ചേട്ടൻ അടുക്കളയിലേക്ക് പൂമ്പാറ്റപ്പെണ്ണയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ചേട്ടനോട് ഉണ്ടാക്കി വെച്ചിരുന്ന മുട്ടത്തോരൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കുറച്ചെടുത്ത് രുചിപ്പിച്ച് നോക്കിയാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുട്ടയുടെ എല്ലാ സംഭവങ്ങളൊക്കെ കഴിക്കാനൊക്കെ കക്ഷിയൊക്കെ രണ്ടുപേർക്കും ഇഷ്ടമാണ്. അങ്ങനെ മുട്ടത്തോരൻ കഴിച്ച ശേഷം വല്ലാത്തൊരു ചിരിയൊക്കെ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അധികം കൊടുത്തില്ല, കാരണം കുറുക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ രാവിലെ തന്നെ മധുരമുള്ളതോ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർ കുറുക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് മുഖം വെട്ടിച്ച് മാറ്റുക. ഇപ്പം നമ്മളിപ്പോൾ മധുരമുള്ള എന്തെങ്കിലും അകത്തേക്ക് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവരതിനെ മാത്രം നോക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എന്താണോ അത് കൊടുത്ത ശേഷം ഇങ്ങനെ ഇടവേള സമയങ്ങളിൽ ജസ്റ്റ് കുറച്ച് മാത്രം, ഇപ്പോഴേ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അധികമായിട്ട് മധുരമൊന്നും കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇടയ്ക്കൊക്കെ കുറച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ചോക്ലേറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും തന്നെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തൊടിക്കാതിരിക്കുക. അങ്ങനെ കുറച്ച് മുട്ടയൊക്കെ കൊടുത്ത ശേഷം അച്ഛൻ അവിടെ കുഞ്ഞിന് പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്തു കേട്ടോ. ആകെ 2-3 കുഞ്ഞി പല്ലുകളാണ് വന്നിരിക്കുന്നതെങ്കിലും എപ്പോഴും അത് തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു വിരൽ വെച്ച് രണ്ടുപേർക്കും തേച്ചൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ രണ്ടുപേരുടെയും കോമഡി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടുപേരെയും ഞാൻ ഇപ്പോൾ ആരുമില്ലാത്ത സമയത്ത് എപ്പോഴും മോളിൽ കൊണ്ട് ഞാൻ രണ്ടുപേരും ഒരുമിച്ചാണ് കുളിപ്പിക്കുന്നത്. പക്ഷേ അത് ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം രണ്ടുപേരെ ഒരാളെ തന്നെ കുളിപ്പിക്കുന്ന സമയം നമ്മൾ അത്രയും കെയർ ചെയ്യണം. ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളെ ഇപ്പം താഴെ നിർത്തിയ ശേഷം മേലെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ റൂമിട്ട് അടച്ച ശേഷം കുളിപ്പിക്കാൻ, കാരണം നിർത്താതെ അങ്ങ് കരഞ്ഞ് കളയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇപ്പോൾ കുളിപ്പിക്കുന്നത് ആരും ഇല്ലാത്ത സമയത്ത്. അങ്ങനെ രണ്ടുപേരെയും കുളിപ്പിക്കുന്ന സമയത്ത് അത്രയും കെയർ ചെയ്ത് വേണം. രണ്ടുപേരെയും 2 കൈ കൊണ്ട് ഇങ്ങനെ ഇറുക്കി പിടിച്ച ശേഷം ആണ് കുളിപ്പിച്ചൊക്കെ എടുക്കുന്നത്. കാരണം കയ്യോ കാലോ ഒന്ന് തെറ്റുമോ എന്നൊക്കെ പേടിക്കുക തന്നെ വേണം കേട്ടോ ഒരു സമയത്ത്. അങ്ങനെ രണ്ടുപേരും ഇപ്പം ബാത്റൂമിൽ കയറിയാൽ തന്നെ വെള്ളത്തിൽ കളിയാണ് പരിപാടി. വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ട് അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ അധികം ബക്കറ്റ് പിടിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്താറില്ല. താഴെ ഇരുത്തിയിട്ട് തന്നെയാണ് കുളിപ്പിക്കുന്നത് കേട്ടോ. എന്നാൽ കൂടി കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചാടിയൊക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കും. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ അവിടുന്ന് മാറാറില്ല. കൊണ്ടുപോയാൽ തന്നെ പെട്ടെന്ന് കുളിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് സഹായത്തിന്, ഇപ്പം വീട്ടിലെ അച്ഛനോ ചേട്ടനോ ആരെങ്കിലും ഒക്കെ കാണുമല്ലോ. ആ ഒരു സമയത്ത് ഓരോരുത്തരെ കൊണ്ടുപോയി നല്ല ഒരുപാട് സമയമെടുത്ത് നീണ്ടൊരു കുളിയായിരിക്കും. ഇതിപ്പോൾ 2 പേര് ഇരിക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 2 പേരും ഒരുമിച്ച് കുളിപ്പിച്ച് എടുക്കുന്ന സമയത്ത് 2 പേർക്കും ഒരേപോലെ ദേഹത്ത് എണ്ണയൊക്കെ ഇട്ട് തല മാത്രം ആദ്യം ഒരാളുടെ തല നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ട് കഴുകി അവിടെ വെച്ച് തന്നെ തോർത്തും. അതിനുശേഷം എന്നിട്ടാണ് അടുത്ത ആളുടെ തലമുടിയൊക്കെ കഴുകിയെടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ വെള്ളം താരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 ട്വിൻസൊക്കെ ഉള്ള വീട്ടിലെ അമ്മമാർക്കൊക്കെ ഒരു ഉപയോഗപ്പെടട്ടെ. ഇതൊക്കെ ഈ രീതിയാണ് ഞാൻ പിന്തുടർന്ന് പോകുന്നത് കേട്ടോ. ആരുമൊക്കെ ഇല്ല, 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ സിറ്റുവേഷൻ ആ ഒരു രീതി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. നമുക്ക് ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം എടുത്തുകൊണ്ട് പോകുന്നതായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഈ രീതിയിലൊക്കെ തന്നെയാണ് ചെയ്തു പോകുന്നത്. എല്ലാവരും ചോദിക്കും ഇതെങ്ങനെ സാധിക്കുന്നു, ഇതെങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു എന്ന്. ഈ രീതിയിലൊക്കെ കൂടെ തന്നെയാണ് ഞാൻ കടന്നു പോകുന്നത്. അങ്ങനെ മക്കൾക്ക് ഫീഡ് ചെയ്യേണ്ട സമയമായപ്പോൾ 2 പേർക്കും കുറുക്കൊക്കെ കൊടുത്തു. ഈ കുറുക്ക് കൊടുക്കുന്ന സമയമായിക്കോട്ടെ നമ്മളിങ്ങനെ 2 പേരെ എടുത്തുകൊണ്ട് നടന്ന് തന്നെ കുടിപ്പിക്കണമെന്നില്ല. ഇതുപോലെ ഇരുത്തിയൊക്കെ കൊടുത്തി തന്നെ ശീലിപ്പിക്കണം. അത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, എല്ലാ അമ്മമാരും ഇങ്ങനെ എലിയിലൊക്കെ ഇരുത്തി കാക്കയൊക്കെ കാണിച്ച് പുറത്തൊക്കെ കൊണ്ട് നടന്ന്, അതൊക്കെ നമ്മൾ ഓരോ ശീലിപ്പിച്ച് വരുന്ന രീതിയാണ്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും പുറത്ത് കൊണ്ടുവന്ന ആ രീതി മാത്രമേ കുഞ്ഞുങ്ങൾ കുടിക്കുള്ളൂ.
അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുത്തി രണ്ടുപേരെയും തറയിൽ ഇരുത്തി തന്നെയാണ് എപ്പോഴും കൊടുക്കുന്നത്. ഇങ്ങനെ അപ്പോൾ എനിക്കിപ്പോൾ രണ്ടുപേരെ ഒരുമിച്ച് അങ്ങനെ പിടി എടുത്തുകൊണ്ടൊന്നും നടത്തി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ പിന്നെ എന്നും അതുപോലെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും ഇരുത്തി തന്നെ ഫുഡൊക്കെ കൊടുക്കും. പിന്നെ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ ശേഷം രണ്ടുപേരെയും കുളിപ്പിച്ച് സുന്ദരി കുട്ടികളാക്കി കൊണ്ടുവന്ന് ഇതുപോലെ ഉടുപ്പൊക്കെ ഇടിയിച്ച് അവർക്ക് കൊടുക്കാനുള്ള വിറ്റാമിൻ D3 മരുന്നൊക്കെ കൊടുത്ത് കിടത്തി അങ്ങ് ഉറക്കുകയാണ് ചെയ്യുന്നത്. ഉറക്കിയ ശേഷം രണ്ടുപേർക്കും പിരിയൊക്കെ എഴുതി സുന്ദരി കുട്ടികളാക്കി കിടത്തും. കാരണം നിർബന്ധം ഇപ്പം വളർന്നു വരുന്നതനുസരിച്ച് അവരുടെ ചിട്ടകളും നിർബന്ധവും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരും ഒരേ സമയത്ത് വാശി പിടിച്ച് കരയുകയും തറയിൽ കിടന്ന് ഉരുളുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാട് തന്നെയാണ്. ആ ഒരു സമയത്തൊക്കെ എപ്പോഴും ചെയ്യുന്നത് രണ്ടുപേരും ഒരേ സമയം ഫീഡ് ചെയ്ത് ഉറക്കുക തന്നെയാണ് കേട്ടോ. ആ ഉറക്കത്തിന് മുന്നേ നല്ല രീതിയിലുള്ള പിടിവാശിയും കരച്ചിലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും രണ്ടുപേരും ഒരു ഉറക്കത്തിലേക്ക് കിടക്കുന്നത്. അതുപോലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴും രണ്ടുപേർക്കും നിർത്താത്ത ഒരു പിടിവാശിയും കരച്ചിലും ഒക്കെ ഉണ്ടാകും. ആ വാശിയും പിടിവാശിയും കരച്ചിലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും ഒത്തുചേർന്ന് കുറച്ച് നേരം കളിച്ച് ചിരിച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ.